ഇപ്പൊ വിഷ്ണുവേട്ടൻ നിയമസഭക്കകത്തും പുറത്തും പെൻഷനെ സംബന്ധിച്ചുള്ള ഈ 18 മാസത്തിന്റെ കള്ളം കുറെ കാലമായി പറയുന്നതിന് കയ്യോടെ പൊളിച്ചു കൊടുത്തതിന്റെ അസ്വസ്ഥത അദ്ദേഹത്തിന് നേരെ സൈബർ ആക്രമണമാണ്. അപ്പം ഞങ്ങൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എടുത്തിട്ട് രേഖകൾ പ്രകാരമുള്ള കാര്യങ്ങൾ എടുത്ത് ആ കാര്യങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഞാനിപ്പുറത്തിരുന്നെങ്കിലും അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചതും അവതരിപ്പിക്കുന്നതുമായിട്ടുള്ള ആള് വിഷ്ണുവേട്ടനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് തടി തട്ടുമ്പോ പിന്നെ അടുത്ത കള്ളപ്രചരണം കൊണ്ട് വരിക. പക്ഷെ ഞാൻ ഇതൊക്കെ കാണുമ്പോ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം വേറെ എന്താന്ന് വെച്ചാൽ, ഇതുമാതിരത്തെ കള്ളം പുതുപ്പള്ളിയിൽ കുറെ പറഞ്ഞിരുന്നു, പുതുപ്പള്ളിയുടെ വികസനത്തെ പറ്റി. ഇതുപോലത്തെ കള്ളം തൃക്കാക്കരയിൽ കുറെ പറഞ്ഞിരുന്നു, അവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ച്. അതിന്റെ അങ്ങേ അറ്റമായിരുന്നു വടകരയിൽ ഞാൻ മത്സരിക്കുമ്പോൾ വ്യാജമായ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഉണ്ടാക്കിയ കള്ളത്തരങ്ങളെ വെച്ചിട്ട് അവർ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചു. ഇനി ഒന്നും വേണ്ട, പാലക്കാട്ടേക്ക് വന്നപ്പോ ഇതിന്റെ അങ്ങേ അറ്റമായിരുന്നു ഈ കള്ളത്തരം പറച്ചില്ല. ജനങ്ങൾ കയ്യോടെ പൊളിച്ചു കൊടുത്തു. നീലപ്പെട്ടിക്കാല് വോട്ട് പെട്ടി തുറന്നപ്പോ 8 നിലയിൽ പൊട്ടി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേ തന്ത്രം തന്നെയാണ് ഇപ്പൊ ഇവിടെയും പറയാൻ ശ്രമിക്കുന്നത്. പെൻഷനെ പറ്റി, കെ.സി. വേണുഗോപാൽ എംപിയുടെ പ്രസംഗത്തെ പറ്റി, നമ്മുടെ സർക്കാരുകളെ പറ്റി, നിങ്ങളുടെ അവകാശങ്ങളെ പറ്റി ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതാ, ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ജയിക്കും, കള്ളം പറഞ്ഞ് അവര് ജയിക്കാൻ നോക്കൂ.